എന്ത് തീരുമാനിച്ചു? സാറേ, ഞങ്ങളെ ഇന്ന് ഒഴിവാക്കി തരണം. ജീവിക്കാൻ വേണ്ടിയാ സാറേ ഇവിടെ ഞങ്ങൾ ജോലിക്ക് വന്നത്. പെടുത്തിക്കളയരുത് പ്ലീസ്. എൻ്റെ മുന്നിലാകെയുള്ള വഴി നിങ്ങളാണ്. നിങ്ങൾ പറഞ്ഞേ പറ്റൂ. അടുത്ത അരമണിക്കൂറിനുള്ളിൽ കേരളത്തിലെ എല്ലാ മീഡിയക്കാരെയും ഞാൻ ഇവിടെ വിളിച്ചു വരുത്തും. നിങ്ങളെ ഞാൻ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യും. അഡ്വക്കേറ്റ് സാജൻ കൊല്ലപ്പെട്ട കൊലക്കേസിലെ സാക്ഷികളെ. ഇന്നത്തെ എല്ലാ ന്യൂസ് ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾ രണ്ടുപേരുമായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു നിർത്തും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളെ ഞാനങ്ങ് വിടും. പിന്നെ എനിക്ക് വേണ്ട ആൾക്കാർ നിങ്ങളെ തേടിയെത്തും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ജീവന് യാതൊരു ഗ്യാരണ്ടിയും കാണില്ല. ഹലോ ജെയിംസ് സാർ, പറഞ്ഞോളൂ. കിരണേ, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ബ്രേക്കിംഗ് ന്യൂസോ? എന്ത് ബ്രേക്കിംഗ് ന്യൂസ് ആണ് സാർ? പറയൂ. അത് ഹലോ സാർ, കേൾക്കാമോ സാർ? ഹലോ. സോറി സാർ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സാർ വിളിച്ചോളൂ. പക്ഷേ ഒരു ചേഞ്ചുണ്ട്. ഈ കേസിന് 2 സാക്ഷികളില്ല, ഒരാളേ ഉള്ളൂ. 1-ാം സാക്ഷി അത് മാത്യു തോമസ് ആയിരിക്കും. ചേട്ടാ, നിങ്ങളിത് എന്ത് ഭാവിച്ചോണ്ടാ? വീട്ടിൽ പോകേണ്ട മനുഷ്യ നിങ്ങൾക്ക്. വയസ്സാങ്ങലത്തെ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിക്കോളൂ മനുഷ്യന്മാരെ കെടുത്താൻ വേണ്ടി. ചേട്ടൻ പറ. ചേട്ടാ, ഇനി ഡോക്ടറോട് പറയണം റഷ്യക്കാർക്ക് റൂം കൊടുക്കരുത്. ഒരു വൃത്തിയും മെനയില്ലാത്ത സാധനം. നാവോ? അതെ, ടിപ്പും കിട്ടിയില്ല. ഇനി ഏതായാലും റഷ്യ വേണ്ട. ഇനിയിപ്പോൾ അവിടെ ചെന്ന് ഭക്ഷണം ഉണ്ടാവുമോ? ആ തടിയൻ എന്തെങ്കിലും ബാക്കി വെച്ചാൽ കഴിക്കാം. വല്ലാത്തൊരു ദിവസമായി പോയി. നിർത്താൻ എന്താ അവിടെ? ചേട്ടാ, എന്തോ വള്ളിക്കെട്ടാണെന്ന് തോന്നുന്നു കേട്ടാ. അവരെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഇനി കണ്ടാ തിരിച്ചറിയോ? പറ്റും സാർ. വാ. ഇത് അല്ല സാർ. ഇയാളാണെന്ന് നോക്ക്. ഇത് ഈ കഴിഞ്ഞ ദിവസം സാജൻ മരിച്ച ദിവസം നടന്ന പാർട്ടിയിലെടുത്ത ഫോട്ടോസ്. ഇതിലാരെങ്കിലും ആണെന്ന് നോക്ക്. സാറേ, ഇവരാണെന്ന് ഉറപ്പാണോ? അതെ സാർ, ഇവരാണ്. എന്നാ ചേട്ടൻ ചെല്ല്. ചേട്ടൻ വല്ലതും കഴിച്ചോ?
ഇല്ല സാർ. ചേട്ടൻ എന്നാ കഴിച്ചിട്ട് വാ. ശരി സാർ.